കർത്താവിന്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമ്മുടെ അകർത്യമൊക്കെ മോചിച്ച സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ജീവനെ നാശത്തു നിന്ന് വീണ്ടെടുത്ത ദൈവത്തിന് നന്ദി പറയാൻ ഇടയാവണം. 40-ാം സങ്കീർത്തന ദാവീദ് പറയുന്ന, യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വിചാരങ്ങളും വളരെയാകുന്നു. ഞാൻ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാണ്. സഹോദരങ്ങളെ, എണ്ണിക്കൂടാതെ വണ്ണം അധികമായ ദൈവപ്രവൃത്തിക്കായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. തിരിഞ്ഞു നോക്കുമ്പോൾ നന്മയല്ലാതെ ഒരു തിന്മയും അവിടുന്ന് ചെയ്തിട്ടില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം. ഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനമായ നമ്മൾ ഭാഗ്യവാന്മാരാണ്. നാം അവിടുത്തെ കൈക്കളെ ആടുകളാണ്. നമ്മെ അവിടുന്ന് മെനഞ്ഞെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ എൻ്റെ ദൈവത്തിന് ഇന്നും കഴിയും. ഏതു സമയത്തും ഓടി വന്ന ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് അടുത്തു വന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ അവകാശം തന്നതിനാൽ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? നമ്മുടെ വഴികളുടെ കുറവ് തീർക്കുന്ന, ശക്തി കൊണ്ട് നമുക്ക് അരമുറുക്കുന്ന ദൈവത്തിന് എന്നും വാഴ്ത്തലുകളർപ്പിക്കാൻ ഇടയാവണം. താങ്ങുന്ന ഒരു ശ്രേഷ്ഠ ഭുജം, ഉയർന്നിരിക്കുന്ന ഭുജം, കരങ്ങൾ വഹിക്കുന്ന ഭുജം എന്നും നമ്മോട് കൂടെയുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. ഞാൻ മരിക്കയില്ല, ജീവനോടെയിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കാൻ ദൈവമായ കർത്താവ് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 45-ന്റെ 2-ാമത് വാക്യം വളരെ സത്യമാണ്. ഉൽപ്പത്തി പുസ്തകം 45-ന്റെ 3-ാമത് വാക്യം, യോസഫ് സഹോദരന്മാരോട്, ഞാൻ യോസഫാകുന്നു, എന്റെ അപ്പൻ ജീവനോടെ ഇരിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. സംഭവ പശ്ചാത്തലം സഹോദരങ്ങളെ നമുക്കെല്ലാം അറിയാം. യോസഫ് ഒരു സ്വപ്നം കണ്ടു. പക്ഷേ ആ സ്വപ്നം പ്രാവർത്തികമാകാതിരിക്കാൻ, വീട്ടിൽ വെച്ച് കണ്ട സ്വപ്നം, സഹോദരന്മാർ അണിയതിൽ പദ്ധതി ഒരുക്കി. അവർ പറഞ്ഞു, അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞ് യോസഫിനെ അവർ പൊട്ടക്കുഴിയിലേക്ക് എടുത്തത്. അടുത്ത അവൻ ഉടുത്തിരുന്ന നിലയങ്കി അവർ ഊരിയെടുത്ത് ആണ് അവനെ കുഴിയിലിട്ടത്. അത് വെള്ളമില്ലാത്ത ഒരു പൊട്ടക്കുഴിയായിരുന്നു, നമുക്കറിയാം. അങ്ങനെ രൂബേന്റെ അഭ്യർത്ഥന പ്രകാരം അവനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരികയും അതുവഴി വന്ന ഇസ്മേലിയ കച്ചവടക്കാർക്ക് യോസഫിനെ വിൽക്കുകയും ചെയ്തു.
ചരിത്രത്തിലേക്ക് പ്രവേശിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അവർ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. രൂബേൻ ഈ സംഭവം അറിഞ്ഞപ്പോൾ വസ്ത്രം കീറി. യോസഫ് കുഴിയിലില്ല. പക്ഷെ രൂബേൻ ഈ സംഭവം നേരത്തെ അറിഞ്ഞിരുന്നില്ല. സഹോദരന്മാരെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യോസഫിനെ കാണുന്നില്ലല്ലോ, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അവരൊരു കോലാട്ടുകൊറ്റനെ കൊന്നു. യോസഫിന്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി. അവർ ആ നിലയങ്കി തങ്ങളുടെ അപ്പനായ യാക്കോബിന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾ കണ്ടുകിട്ടി, ഇത് നിന്റെ മകന്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു. യാക്കോബ് അത് തിരിച്ചറിയുകയും ഒരു ദുഷ്ടമൃഗം യോസഫിനെ തിന്നുകളഞ്ഞുവെന്ന് സഹോദരന്മാർ യാക്കോബിനെ അറിയിച്ചു. യാക്കോബ് വസ്ത്രം കീറി. അങ്ങനെ യോസഫിന്റെ അഡ്രസ് നഷ്ടപ്പെട്ടു. വ്യക്തമായി കാര്യം നമുക്കറിയില്ല, അറിയാവുള്ളൂ. അഡ്രസ് നഷ്ടപ്പെട്ട യോസഫ് പൊത്തിഫറിന്റെ വീട്ടിൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിലറയിലേക്ക് മാറ്റപ്പെട്ടു. സ്വപ്നം സഫലീകരിക്കാതിരിക്കാൻ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയ ഒരു വലിയ പോരാട്ടമാണ് മറ്റൊരു തലത്തിലേക്ക് മാറിയത്. പക്ഷേ ഇതിന്റെയൊക്കെ പിന്നിൽ ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, ദൈവം ഒരു ദർശനം കാണിച്ചാൽ, ദൈവം ഒരു വെളിപ്പാട് കാണിച്ചാൽ നിന്നെ തകർത്ത് കളയാൻ ആർക്കും സാധ്യമല്ല. നിന്റെ നിയോഗത്തെ ഇല്ലാതാക്കാൻ ആർക്കും സാധ്യമല്ല. നോക്കൂ, കൊന്നുകളയാൻ തീരുമാനിച്ചപ്പോൾ രൂബേൻ ഇടപെട്ടു. നമുക്കെല്ലാം അറിയാം. കൊന്നുകളയാൻ തീരുമാനിച്ചപ്പോൾ സഹോദരന്മാർക്ക് അതിന് കഴിയാതിരുന്നത് ദൈവത്തിന്റെ പദ്ധതികളാണ്. ഇന്നു പകലിലും ദൈവാത്മാവ് പറയുന്നു, വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ആരൊക്കെ അണിയറയിൽ പദ്ധതിയൊരുക്കിയാലും അവനെ വിട്ടുകൊടുക്കാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. അങ്ങനെ യോസഫ് കാരാഗൃഹത്തിൽ മാറ്റപ്പെട്ടു, പൊത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന്. പക്ഷെ ദൈവം റൈറ്റ് ടൈമായപ്പോൾ യോസഫിനെ പുറത്തു കൊണ്ടുവന്നു. ഫറവോൻ ആളയച്ച് യോസഫിനെ വെളുപ്പിച്ചു. നമുക്കെല്ലാം ചരിത്രമറിയാം. വാഗ്ദത്തമുള്ളവനെ ദൈവം കമാൻഡ് ചെയ്യിപ്പിച്ച് പുറത്തു കൊണ്ടുവരും. ആർക്കും അതിനെ തടയാൻ പറ്റില്ല. അങ്ങനെ യോസഫ് മിസ്രൈമ്യർക്ക് അധികാരിയായി മാറ്റപ്പെട്ടു, മേലധികാരിയായി. യോസഫിന്റെ മുമ്പിൽ മിസ്രൈം മൊത്തം മുട്ടുകുത്തി. ഈ സമയത്ത് മിസ്രൈമിൽ നല്ല ലോകമെങ്ങും ക്ഷാമമുണ്ടായപ്പോ മിസ്രൈമിൽ യോസഫ് തന്റെ ഗോഡൌണിൽ ഇഷ്ടം പോലെ ധാന്യം ശേഖരിച്ചു വെച്ചു. യാക്കോബ് തന്റെ മക്കളോട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്നതെന്താ? മിസ്രൈമിലേക്ക് ചെല്ലുക. അങ്ങനെ സഹോദരന്മാർ മിസ്രൈമിലേക്ക് വന്നു. നമുക്ക് ചരിത്രമെല്ലാം അറിയാം. അങ്ങനെ യോസഫിന്റെ മുമ്പിൽ അവർ നിന്ന സമയത്ത് യോസഫ് തന്നെത്താൻ വെളിപ്പെടുത്തി. പ്രിയരെ, നീ ഇല്ലെന്ന് പറഞ്ഞ, നിന്നെ വിറ്റ, മാറ്റി നിർത്തിയ, നീ പുറത്തു വരത്തില്ലെന്ന് നിന്റെ ദർശനത്തെ പിടിച്ചു കെട്ടാൻ നോക്കിയവർ മുമ്പാകെ നീ വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. നിന്നെ വെളിപ്പെടുത്തുന്ന ഒരു സ്വർഗമുണ്ട്. സ്തോത്രം. യോസഫ് ധൈര്യത്തോട് പറഞ്ഞു സഹോദരന്മാരോട്, ഞാൻ യോസഫാണ്. സഹോദരന്മാർ ഭ്രമിക്കാൻ തുടങ്ങി, ഭയപ്പെടാൻ തുടങ്ങി. ഇന്നലെ വരെ നിന്നെ ഭയപ്പെടുത്തിയ, നിന്നെ ഭ്രമിപ്പിക്കാൻ നോക്കിയ, നിനക്ക് അറുതി വരുത്താൻ നോക്കിയ, നിന്റെ വാഗ്ദത്തത്തെ തകർത്ത് തരിപ്പണമാക്കാൻ നോക്കിയവർ ഭ്രമിക്കുന്ന നിമിഷമാണ്. നീ പറയാൻ പോകുന്നു, ഇന്നലകളിൽ തള്ളിക്കളഞ്ഞ, ഇന്നലകളിൽ മാറ്റി നിർത്തപ്പെട്ട, ഇന്നലകളിൽ ഒതുക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നല്ലോ ഞാൻ. പക്ഷെ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ വെളിപ്പെടുത്താൻ, പ്രത്യക്ഷപ്പെടുത്താൻ, ഈ നിലയിൽ കൊണ്ടുവരാൻ ഞാൻ സേവിക്കുന്ന എന്റെ ദൈവത്തിന് കഴിഞ്ഞു എന്ന് പറഞ്ഞു ദേശക്കാരുടെ, കൂട്ടുകാരുടെ, കുടുംബക്കാരുടെ, നാട്ടുകാരുടെ മുമ്പിൽ, ചർച്ചക്കാരുടെ മുമ്പിൽ നിങ്ങളെ ദൈവം പ്രസിദ്ധപ്പെടുത്തും. വിശ്വസിക്കുക. ഒരു കാലഘട്ടം ചിലതിലൂടെ കടന്നുപോയെങ്കിൽ അടുത്ത കാലഘട്ടം തകർച്ചതല്ല, അടുത്ത കാലഘട്ടം ദേശത്ത് നിന്നെ അറിയപ്പെടുന്ന
നിന്റെ കുടുംബക്കാരുടെ മുമ്പിൽ നീ ചോദ്യചിഹ്നമല്ല, ആശ്ചര്യചിഹ്നമായി മാറുന്ന സമയങ്ങളാണ്. സ്തോത്രം ചെയ്യാം. എല്ലാവരും ഒരു നിമിഷം സ്തോത്രം ചെയ്താട്ടാ. ഏതൊക്കെ ശക്തികൾ നിനക്കെതിരെ നിന്നാലും, നിന്നെ ഒതുക്കാൻ നോക്കിയാലും, ഇപ്പുറത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുത്തും. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ഞങ്ങളെ വെളിപ്പെടുത്തുന്ന, ഞങ്ങളെ പ്രസിദ്ധപ്പെടുത്തുന്ന, ദേശത്ത് ഞങ്ങളെ ആദരിക്കുന്ന ദൈവത്തിന്റെ മഹാകരുണയ്ക്കും അങ്ങയുടെ കൃപയ്ക്കായും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വിടുതൽ കണ്ട് ചിലർക്ക് ഭ്രമം തട്ടുന്നതിനാൽ, ചിലർ അമ്പരക്കുന്നതിനാൽ, ചിലർ വായ്പൊത്തുന്നതിനാൽ, യഹോവയുടെ കയ്യാൽ സംഭവിച്ചു എന്ന് പറയാൻ അങ്ങിടയാക്കുന്നതിന് സ്തോത്രം. ഇന്ന് പകൽ കർത്താവുന്ന എല്ലാ വിടുതലുകൾക്കും സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകും. നമ്മുടെ ദൈവം നമ്മെ ദേശത്തും മാന്യതയോടെ നിർത്തും. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൻ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ.